ഒന്നുമില്ലാത്ത നിന്നെ കൈപിടിച്ചുയർത്താനായിട്ട് ദൈവത്തിന് കഴിയും. വീണ്ടും ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആര് ഭക്ഷണം നൽകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇസ്രായേൽക്കാര് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കൈവശം ഒന്നുമില്ലാത്ത ജനത്തെയാണ് ദൈവം നയിക്കുന്നത്. കൈവശം ഒന്നുമില്ലാത്ത പുളിപ്പില്ലാത്ത അപ്പം തീർന്ന് ചെങ്കടൽ വിഭജിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ജീവിതത്തിൽ എന്താ അർത്ഥമായിരിക്കുന്നത്? കൈവശമൊന്നുമില്ലാത്ത ജനത്തെ നയിക്കുന്നത് എല്ലാം നൽകാൻ കഴിവുള്ള ദൈവമാണ്. കൈവശമൊന്നുമില്ലാത്ത, അതുകൊണ്ടാണ് അവർക്ക് അപ്പമില്ലാത്തപ്പോൾ നിലവിളിക്കും, വെള്ളമില്ലാത്തപ്പോൾ നിലവിളിക്കും, എല്ലാ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നിലവിളിക്കുകയാണ്. നിലവിളി കേൾക്കുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇടസമയത്ത് മോശയോട്, ഞങ്ങൾക്ക് ആര് അപ്പം തരും? ഞങ്ങൾക്ക് ആര് മാംസം നൽകും? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന പച്ചക്കറികളുടെ എല്ലാം പേര് പറയുന്നു. ഇവിടെ ഈ വിലകെട്ട അപ്പം തിന്ന് മടുത്തു. ഇങ്ങനെ ഈ വിലപിക്കുന്ന ജനത്തിന്റെ കണ്ണുനീര് മോശയ്ക്ക് സഹിക്കാനാകാതെ ദൈവത്തോട് പരാതി പറയുന്നുണ്ട്. ഇപ്പൊ കർത്താവ് പറയുന്നുണ്ട്, ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ മാംസം നൽകും. ഈ സംശയത്തിനുള്ള ഉത്തരം ദൈവം പറയും, ദൈവത്തിന്റെ കൈയുടെ നീളം കുറഞ്ഞു പോയിട്ടില്ല. പിന്നീട് കാണുന്നുണ്ട്, കർത്താവ് കാടപ്പക്ഷി അയച്ച് ജനത്തിന് 6 ലക്ഷത്തോളം ആളുകൾ, ഒന്നുമില്ലാത്തവരെ തൃപ്തിപ്പെടുത്തുന്ന തീറ്റിപ്പുരേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം പരാജയപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും നിന്നെ കൈപിടിച്ച് നടത്താനായിട്ട് ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി ഇനി മുന്നോട്ട് പോകാനായിട്ട് വഴിയില്ലാതെ ദൈവത്തെ ആശ്രയിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ കൈപിടിച്ചു ഉയർത്തും. ബൈബിളില് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ എന്ന് ഈശോ ചോദിക്കുന്ന ഒരു സമയമുണ്ട്. അതിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ ഈശോ അടുത്ത് വരുന്നു. ഒന്നുമില്ലാത്ത അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നത് വല്ലതും ഉണ്ടോന്നാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമായിരുന്നു, ഒരു മീനെങ്കിലും കിട്ടിയെന്ന് പറയാമായിരുന്നു. അവിടെ എന്താ പ്രത്യേകത? അവർ പറയുന്നത് ഒന്നുമില്ലാതെ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, വഞ്ചിയുടെ വലതുവശത്ത് വലയറിയുക. ഒന്നുമില്ലാത്തവര് നിമിഷ നേരം കൊണ്ട് വലിയൊരു മീനിന്റെ പെരുപ്പം കാണുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ ശക്തി എന്താണ്. ആ സമയത്ത് അവർ ദൈവത്തെ തിരിച്ചറിയുകയാണ്. ഒന്നുമില്ലാത്ത ആളുകൾക്ക് എല്ലാം നൽകുമ്പോൾ ദൈവത്തെ തിരിച്ചറിയാനായിട്ട്, നിനക്കെല്ലാം നൽകാനായിട്ട് ദൈവത്തിന് കഴിയും. ഒന്നുമില്ലാത്ത നിന്നെ കൈപിടിച്ചുയർത്താനായിട്ട് ദൈവത്തിന് കഴിയും. വീണ്ടും ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആര് ഭക്ഷണം നൽകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇസ്രായേൽക്കാര് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കൈവശം ഒന്നുമില്ലാത്ത ജനത്തെയാണ് ദൈവം നയിക്കുന്നത്. കൈവശം ഒന്നുമില്ലാത്ത, പുളിപ്പില്ലാത്ത അപ്പം തീർന്ന് ചെങ്കടൽ വിഭജിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ജീവിതത്തിൽ എന്താ അർത്ഥമായിരിക്കുന്നത്? കൈവശമൊന്നുമില്ലാത്ത ജനത്തെ നയിക്കുന്നത് എല്ലാം നൽകാൻ കഴിവുള്ള ദൈവമാണ്. കൈവശമൊന്നുമില്ലാത്ത, അതുകൊണ്ടാണ് അവർക്ക് അപ്പമില്ലാത്തപ്പോൾ നിലവിളിക്കും, വെള്ളമില്ലാത്തപ്പോൾ നിലവിളിക്കും, എല്ലാ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നിലവിളിക്കുകയാണ്. നിലവിളി കേൾക്കുന്നത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇടസമയത്ത് മോശയോട്, ഞങ്ങൾക്ക് ആര് അപ്പം തരും? ഞങ്ങൾക്ക് ആര് മാംസം നൽകും? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന പച്ചക്കറികളുടെ എല്ലാം പേര് പറയുന്നുണ്ട്. ഇവിടെ ഈ വിലകെട്ട അപ്പം തിന്ന് മടുത്തു. ഇങ്ങനെ ഈ വിലപിക്കുന്ന ജനത്തിന്റെ കണ്ണുനീര് മോശയ്ക്ക് സഹിക്കാനാകാതെ ദൈവത്തോട് പരാതി പറയുന്നുണ്ട്. ഇപ്പൊ കർത്താവ് പറയുന്നുണ്ട്, ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ മാംസം നൽകും. ഈ സംശയത്തിനുള്ള ഉത്തരം ദൈവം പറയും, ദൈവത്തിന്റെ കൈയുടെ നീളം കുറഞ്ഞു പോയിട്ടില്ല. പിന്നീട് കാണുന്നുണ്ട്, കർത്താവ് കാടപ്പക്ഷി അയച്ച് ജനത്തിന് 6 ലക്ഷത്തോളം ആളുകൾ, ഒന്നുമില്ലാത്തവരെ തൃപ്തിപ്പെടുത്തുന്ന തീറ്റിപ്പോറ്റുന്ന ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വീണ്ടും മൂന്നാമതായിട്ട്, ഈ വിജനപ്രദേശത്ത് വെച്ചാണ് ഭക്ഷണമില്ലാത്ത വചനം കേട്ടുകൊണ്ടിരുന്ന ഏതാനും ദിവസങ്ങളായിട്ട് വചനം കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ദൈവം പറയുന്നു. വിജനപ്രദേശത്ത് ഒന്നുമില്ലാത്തടത്ത് വെച്ച്, കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആകെ 5 അപ്പവും 2 മീനുമാണ്. ഒന്നുമില്ലാത്തടത്ത് ദൈവം 5 അപ്പം 5000 പേർക്ക് നൽകിയ പ്രിയപ്പെട്ടവരെ, വട്ടപൂജ്യമാകുന്ന നിമിഷമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ഒരു സീറോ ആയിട്ട് തീരുന്നു. നിന്റെ കടബാധ്യത കയറി വർദ്ധിച്ച് നിനക്കത് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാരാബ്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എല്ലാം പ്രതികൂലമായി തീരുക, മുന്നിൽ ഒരു വഴി കാണാത്ത സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉറച്ച് ദൈവത്തെ വിശ്വസിക്കുക. ഒന്നുമില്ലാത്തടത്ത് നിന്ന് ദൈവത്തിന് എല്ലാം നൽകാൻ കഴിയും. നിന്നെ ഒരു പക്ഷേ
വളരെ പ്രതികൂലമായ വലിയൊരു ദാരിദ്ര്യാവസ്ഥയിലൂടെ ദൈവം നടത്തിക്കൊണ്ട് പോകുമ്പോഴും ദൈവത്തിന് വ്യക്തമായ ഉത്തരവുണ്ട്. നിനക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാകും. നിങ്ങളുടെ മക്കളുടെ കാര്യം, ഇവരുടെ ജോലി എങ്ങനെ ശരിയാകും, സാമ്പത്തിക കാര്യം എങ്ങനെ ശരിയാകും, വീട് എങ്ങനെ പണിയും, ഇപ്പോഴുള്ള ബാധ്യതകൾ എങ്ങനെ മാറും, ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലേ, ഒരുപക്ഷെ തുകയെന്ന് പറയുന്നത് ഒരു നിശ്ചയിക്കാവുന്നതിൻ്റെ അപ്പുറമായിരിക്കും. എങ്ങനെ പരിഹാരം കാണുമെന്നുള്ളത് ചോദ്യം തന്നെയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും ഇതേ ചോദ്യം ഉണ്ടല്ലോ. ദൈവം നൽകുവാനായിട്ട് കഴിവുള്ളവനാണ്, ദൈവം നൽകുന്നവനുമാണ്, ദൈവം പരിപാലിക്കുന്നവനുമാണ്. ദൈവപരിപാലനയെ ഉറച്ചു വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നാളെ ഒന്നുമില്ലാത്തടത്തുനിന്ന് തന്നെ കൈപിടിച്ചുയർത്താനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവമായ കർത്താവ് ഏലിയ പ്രവാചകനെ കെരീത്ത് അരുവി കൊണ്ടുപോയി നിർത്തുന്നത് ദൈവമായ കർത്താവിന്റെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയാണ്. കാക്ക കൊണ്ടുപോയി തരുന്ന അപ്പത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കാക്കയല്ല, ദൈവം തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവനെ അവിടെ കൊണ്ടുപോയി അവ നിർത്തിയിരിക്കുന്നത് അവന് ദൈവം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. നിന്നെ ഒരുപക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം നിർത്തുമ്പോഴും ദൈവം നൽകുന്ന അതുകൊണ്ട് നീ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നൽകുന്ന ഭക്ഷണം ദൈവം നൽകുന്നതിൽ തൃപ്തിയുള്ളവരെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് പ്രത്യേകമായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും പലപ്പോഴും ദൈവത്തെ അവിശ്വസിക്കാൻ പ്രേരിപ്പിക്കത്തക്ക വിധം വലുതായിരിക്കും. ദൈവത്തിൽ അവിശ്വസിക്കാനായിട്ട് ദൈവത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, ഇതെങ്ങനെ മാറും, പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ട്. ഈ ബൈബിളിൽ പരിശോധിക്കുന്നു, ഒന്നുമില്ലാത്തടത്ത് നിന്നെല്ലാം നൽകാനായിട്ട് ദൈവത്തിന് കഴിയും. കണ്ണുനീരോടെ അതാണ്ട് ഒരു ഉറവയുടെ, അതായത് നിസ്സഹായതയോടുകൂടി ഹാഗാർ കുഞ്ഞിനെ കൊണ്ട് നിലവിളിക്കുമ്പോഴാണ് അവൾക്ക് ജലാശയം കാണിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നും മുന്നോട്ട് പോകാനില്ല, ഇനിയൊന്നും മുന്നോട്ട് പോകാനായിട്ടില്ല, മരണം മാത്രം മുന്നിൽ കാണുമ്പോഴാണ് അവൾക്ക് കർത്താവ് ജലാശയം കാണിച്ചു കൊടുക്കുന്നത്. മുന്നിലൊന്നും ഇല്ലാത്തപ്പോഴായിരിക്കും നിനക്ക് വഴി കാണിച്ചു തരുന്നത്. ദൈവത്തിന് നിന്നെ രക്ഷിക്കാനായിട്ട് എത്ര നേരം വേണം. ഏലീഷ പ്രവാചകന്റെ കാലത്ത് വളരെ ക്ഷാമം രൂക്ഷമാകുമ്പോൾ ഒരിക്കലിങ്ങനെ ഈ ജലാശയങ്ങൾ വറ്റി വരളുമ്പോൾ എലീഷ പ്രവാചകൻ പറയുന്നുണ്ട്, ഇവിടെയൊക്കെ വെള്ളം കൊണ്ട് നിറയാൻ എത്ര നിമിഷമാണ്. ദൈവത്തിന് ഇത് നിസ്സാരമാണ്. ദൈവത്തിന് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് മുറുകെ പിടിക്കുക. കഷ്ടതയുടെ നാളുകളിൽ ദൈവം നിന്നെ സഹായിക്കും. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.